കട്ടപ്പന മുണ്ടക്കയം റൂട്ടിൽ കാഞ്ചിയാർ വന്നിട്ട് 2 കിലോമീറ്റർ മേളിലേക്ക് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുനം ബെക്കോ ടൂർസ് ഒന്ന് ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം. നമ്മളവിടെ കടന്നു വന്നാൽ ഫസ്റ്റ് ഫോറസ്റ്റ് ഓഫീസിൽ വന്ന് പാസ് എടുക്കേണ്ട 100 രൂപ പാസ്സാണ്. വീഡിയോഗ്രാഫി ചെയ്യണമെങ്കിൽ 500 രൂപയാണ്. അപ്പോൾ ഇതേ പാസ്സൊക്കെ എടുത്ത് നമ്മൾ നേരെ അങ്ങ് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പറഞ്ഞ നിബിഡമായ കാടാണ്. 4 വശവും പ്രകൃതി കോട്ട കെട്ടിയ പോലെ നിൽക്കുന്ന മലനിരകളാണ്. അതിൻ്റെ ഉള്ളിൽ നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നമ്മുടെ ഇടുക്കി ജലാശയം, ചുറ്റും കൊടപിടിക്കുന്ന പച്ചക്കാടുകൾ. ഇതിവിടെ ഈ പ്രകൃതി ഭംഗി ഈ വള്ളിക്കുടിലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടാലും മതി വരാത്ത ഭയങ്കര ദൃശ്യമാണ്. അതായത് ദൈവം എന്ന കലാകാരൻ അവൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും ആവാഹിച്ച് ഈ ഒരു ക്യാൻവാസിലേക്ക് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നില്ല നമുക്ക് തോന്നുന്നു. ഇതിന് മുനമ്പെന്ന് പേര് വരെ പ്രത്യേക കാരണമുണ്ട്. ഇടുക്കി ലേക്കിലേക്ക് 2 ഭാഗവും പകുത്തിട്ട് ഇങ്ങനെ ഇറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണ് തിട്ടയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും വന്നിങ്ങനെ ചെറിയ രീതിയിൽ തിരയടിക്കുന്നുണ്ട്. അതിവിടുത്തെ ഒരു വലിയ ഒരു പ്ലസ് പോയിൻ്റാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ അഞ്ചുരുളിയാണ്. അത് ഇടുക്കിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊണ്ടുപോകുന്ന സംഭവമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിന് നല്ല മർദ്ദ ഒഴുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങി കുളിക്കാനൊന്നും ആരും അനുവദിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് മദ്യപിക്കുക, അങ്ങനെ പ്ലാസ്റ്റിക് വലിച്ചെറിയതൊന്നും സാധ്യമല്ല. കാരണം ഇവിടെ ഒരു ഗാർഡ് എപ്പോഴും ഡ്യൂട്ടിക്കുണ്ടാവും. ഇനി അവരിവിടെ ഇല്ലെന്നും കൊണ്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മുടെ അത്രമേൽ സംരക്ഷിക്കപ്പെടുന്ന ഇടുക്കി ജലാശയം ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ എപ്പോഴും ഒരുപാട് ഗാർഡുമാരിങ്ങനെ അതിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെതറി നടപ്പുണ്ടാവും. പക്ഷേ അവരുടെ കണ്ണുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. നമുക്ക് തോന്നും നമ്മളാരും കാണുന്നില്ലെന്ന്. പക്ഷേ അവരെപ്പോഴും നമുക്ക് സംരക്ഷകരായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വരുമ്പം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ പോലുമില്ല. ഗാർഡ് ആയിട്ടൊരു ആളിവിടെ ഇരിപ്പുണ്ട്. മറ്റാരെ ഞാനിവിടെ കാണുന്നില്ല. നമുക്ക് ഈ മനോഹരമായ ദൃശ്യം അധികം ആരും ഇങ്ങോട്ട് ചോദിച്ചറിഞ്ഞും കേട്ടൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടിട്ടില്ലാത്തൊരു നേരെ വന്ന് കണ്ടോളുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുവിട്ടാം. ടാറ്റാ.